ആരാധകർക്ക് ഒരു വമ്പൻ സർപ്രൈസ് ഒരുക്കിയാണ് കഴിഞ്ഞ ദിവസം തന്നെ മോഹൻലാലും അണിയറ പ്രവർത്തകരും എത്തിയത്. ഇന്നേ ദിവസം എമ്പുരാന്റെ ഒരു വമ്പൻ സർപ്രൈസ് വൈകുന്നേരം 6 മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എന്തായിരിക്കും ആ സർപ്രൈസ് എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതും. പ്രൊഡക്ഷൻ ഇഷ്യൂ കാരണം 2 ആഴ്ച പ്രൊമോഷൻ പരിപാടികൾ സ്റ്റക്കായെങ്കിലും അവസാനം 10 ദിവസം വെടിക്കെട്ട് പ്രൊമോഷനാണ് നടത്താൻ പോകുന്നത്. രാജമൗലി സിനിമ ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞ് പൃഥ്വി എത്തിയതോടെ കാര്യങ്ങൾ ടോപ്പ് ഗിയറിലായി എന്നാണ് കാണേണ്ടതും. ഔട്ട്സൈഡ് ഇന്ത്യ ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ വൻ റഷാണ് നോർത്തിൽ അനിൽ തടാനി എടുത്തതോടെ ഹിന്ദി ബെൽറ്റിൽ മികച്ച ഇനിഷ്യൽ ഉറപ്പിക്കാം. ഭരദ്വാജ് രംഗന്റെ ഇന്റർവ്യൂ കണ്ട് ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് വരുന്നത് മിക്കവാറും ട്രെയിലർ അനൗൺസ്മെന്റ് ആവാം. എന്തായാലും അടുത്ത 10 ദിവസം സർവത്ര എമ്പുരാൻ മയമാകും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി വേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ലൂസിഫർ പോലെ ഒരു വൻ പോസിറ്റീവ് റിപ്പോർട്ട്. അതുകൂടി വന്നാൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. മലയാളം ഇൻഡസ്ട്രി തന്നെ ഇവിടെ നിന്നും അങ്ങോട്ട് വേറെ ലെവലാവും. ഇന്നലത്തെ ഒരു ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് പുറത്തു വന്നപ്പോൾ ആരാധകരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഓരോ വ്യക്തികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എത്തുന്നത് കാണുമ്പോൾ തന്നെ കൗതുകമാണ്. കാരണം എമ്പുരാന്റെ ഓരോ അനൗൺസ്മെന്റും ഓരോ ചർച്ചകളാണ് പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല പ്രേക്ഷകർക്കും പല രീതിയിലുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത്രയ്ക്ക് എൻഗേജിംഗ് ആയ അനൗൺസ്മെന്റുകൾ ഓരോ ദിവസവും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റേ ട്യൂൺ ഫോർ എ ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഖുറേഷിയാണ് ആ ചിത്രത്തിലുള്ളത്. ആ തോക്ക് കണ്ടപ്പോൾ പ്രേക്ഷകർ ഞെട്ടി. ഇതേ തോക്ക് ലൂസിഫറിൽ അവസാനം ബോബി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. എന്നാൽ ഇത്തവണ ആ തോക്കിനൊരു പ്രത്യേകതയുണ്ട്. KA എന്നെഴുതിയ ഖുറേഷി അബ്രഹാമിന്റെ സിംബൽ ഉള്ളത്. ഇതൊരു ഐക്കോണിക് സീനിന്റെ ഭാഗമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇതൊക്കെ കണ്ടുപിടിച്ച് പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുകയാണ്. എന്തായിരുന്നാലും എന്തായിരിക്കും ആ അനൗൺസ്മെന്റ് എന്നതാണ് പലരുടെയും ചർച്ച. ട്രെയിലർ ലോഞ്ച് തന്നെ ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണെങ്കിലും ഗ്ലോബൽ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും എന്തായിരിക്കും അനൗൺസ്മെന്റ് എന്ന രീതിയിലാണ് പലരും ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് പൊങ്ങി വരുന്ന മറ്റൊരു സാധനമുണ്ട്. ഐമാക്സിന്റെ എന്തെങ്കിലും പരിപാടി അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നതാണ്. കാരണം ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിലെ ആദ്യ ഐമാക്സ് മൂവി എന്ന ലാൻഡ്മാർക്ക് ക്രിയേറ്റ് ചെയ്യാനാണോ എന്നതൊക്കെ ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ. എന്തായാലും നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന ഒരു ഗംഭീര സംഭവം തന്നെ അനൗൺസ് ചെയ്യാൻ ഒരുങ്ങിയാണ്. ഇതിന്റെ പുറകിൽ ചർച്ചകൾ വരുന്നത് വലിയ രീതിയിൽ കൗതുകവും ജനിപ്പിക്കുന്നുണ്ട്. എന്തായാലും മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ എന്തെങ്കിലും ഒരു ഐറ്റം പ്രതീക്ഷിക്കാമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുകൂടാതെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന പല താരങ്ങളും വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ആദ്യം കാണിക്കുന്ന ഹോളിവുഡ് ആക്ടർ അലക്സ് ഓനൽ മുംബൈയിലെത്തിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അങ്ങനെ ഗംഭീരമായ ഒരു പരിപാടി നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ അഭിനയിച്ച എല്ലാ ഹോളിവുഡ് താരങ്ങളും എത്താനുള്ള സാധ്യതയും പറഞ്ഞു വെക്കുന്നു. അങ്ങനെയും ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ബോക്സ് ഓഫീസിലെ എമ്പുരാന്റെ വേട്ട കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ ഇപ്പോഴേ പല പ്രഡിക്ഷനും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഫസ്റ്റ് ഡബിൾ ഡിജിറ്റ് ഓപ്പണിംഗ് നടത്തിയത് ഒടിയൻ 2018 പിന്നീട് വന്ന മരക്കാർ 20 കോടി ഓപ്പണിംഗ് മലയാളത്തിന് സമ്മാനിച്ചു. എമ്പുരാൻ എന്തായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് അവർ ചിന്തിച്ചു കൂട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഭരദ്വാജ് രംഗന് നൽകിയ അഭിമുഖത്തിൽ ലൂസിഫറിന്റെ അവസാനം അതൊരു നെക്സ്റ്റ് ലെവൽ ക്രിയേഷൻ സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരുന്നു. എന്നാൽ അത് നടക്കാതെ പോയ ഒരു മൊമെന്റ് ആണ് നമുക്ക് വലിയ മിസ്സായി മാറിയത്. അതിനെക്കുറിച്ച് വിശദമായി തന്നെ പൃഥ്വിരാജ് പറയുന്നത് നമുക്ക് തന്നെ അത്ഭുതം സമ്മാനിക്കുന്നുണ്ട്. എമ്പുരാനിൽ അങ്ങനെയൊന്നും മിസ്സാവരുതേ എന്നാണ് പല പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നത്. പൃഥ്വിരാജ് വിചാരിച്ചതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കണേ എമ്പുരാൻ എന്നതും അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ആസ്വദിക്കാൻ പോകുന്നത് എന്നതുകൊണ്ടാണ് അവർ പറയുന്നത്. 1ാം ഭാഗം ലൂസിഫറിന്റെ ചിത്രീകരണം ദുബായിൽ നടക്കുമ്പോൾ ഒരു പ്രത്യേക ലൊക്കേഷനിൽ ചിത്രീകരിക്കാനുള്ള അനുമതി ലഭിക്കാനായി ചിത്രത്തിന്റെ തിരക്കഥ ദുബായ് ഫിലിം കമ്മീഷന് സമർപ്പിച്ചപ്പോൾ തിരക്കഥ തള്ളിക്കളയും ചിത്രീകരിക്കാനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തുവെന്ന് പൃഥ്വിരാജ് കുമാരൻ പറയുകയുണ്ടായി. ലഹരിമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട പ്രതിപാദ്യങ്ങൾ തിരക്കഥയിൽ ഉള്ളതായിരുന്നു ചിത്രീകരണ അനുമതി നിഷേധിക്കാൻ കാരണം. ലൂസിഫറിന്റെ ടെയിലെൻഡ് ചിത്രീകരിക്കാനായി ഞാൻ കണ്ടുവച്ച ലൊക്കേഷൻ ദുബായിൽ ജബലാലിക്ക് അടുത്തുള്ളൊരു പ്രൈവറ്റ് ചാർട്ട് ടെർമിനലായിരുന്നു. 100ലധികം പ്രൈവറ്റ് ജെറ്റുകൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു മനോഹര സ്ഥലമായിരുന്നു അത്. അവിടെയെല്ലാം ഉടമസ്ഥർ വലിയ പ്രഭുക്കന്മാരൊക്കെ ആയിരുന്നു. അവിടെ ചിത്രീകരിക്കാൻ അനുവാദം എനിക്ക് കിട്ടി. എന്നാൽ അവസാന നിമിഷമായിരുന്നു തിരക്കഥയിൽ ലഹരിമരുന്നിന്റെ പ്രതിപാദ്യം കാരണമാക്കി ഞങ്ങളുടെ തിരക്കഥ ദുബായ് ഫിലിം കമ്മീഷൻ തള്ളിക്കളഞ്ഞത്. റിലീസിന് 10 ദിവസം ബാക്കി നിൽക്കെ പ്രൊമോഷൻ പരിപാടികൾ പുനരാരംഭിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് എത്തിയത്. അങ്ങനെ ഒരു ചിത്രീകരണം സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ലൂസിഫറിന്റെ ടെയിലെൻഡിൽ കണ്ട ആ ഒരു സംഭവത്തിന് 10 മടങ്ങ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ റഷ്യയിലാണ് ആ ടെയിലെൻഡ് പിന്നീട് ചിത്രീകരിക്കുകയുണ്ടായത്. എന്നാൽ നിരത്തിയിട്ടിരിക്കുന്ന 100ലധികം പ്രൈവറ്റ് ജെറ്റുകൾ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സീൻ വേറെ ഇമ്പാക്ട് നമുക്ക് നൽകുമായിരുന്നു. ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടാണ് പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം ചർച്ചകൾ പോലും നടത്തിയത്. ആ ഒരു ഇമ്പാക്ട് പൃഥ്വിരാജ് ഗംഭീര രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരുന്നതിനെ അവിടെ അനുമതി ലഭിച്ചിരുന്നുവെങ്കിൽ. എന്നാൽ എമ്പുരാനകത്ത് അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടവരുത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പൃഥ്വിരാജ് വിചാരിച്ചതുപോലെ തന്നെ എമ്പുരാൻ ക്രിയേറ്റ് ചെയ്തിരിക്കണം എന്ന രീതിയിലാണ് അവരുടെ വാക്കുകൾ. എന്തായാലും എമ്പുരാനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ്. ഇന്നത്തെ ഒരു ഗംഭീര സർപ്രൈസും അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു.